ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ളൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരുന്നു കോളേജിൽ. എന്താ പറയുക, 4 വർഷം വളരെ പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നിയാണ്. കാരണം ഫസ്റ്റ് ഇയർ ഫുൾ ഓൺലൈനായിരുന്നു. പിന്നെ സെക്കൻഡും തേർഡും ആണ് മെയിനായിട്ട് ഉണ്ടായത്. പിന്നെ ഫോർത്ത് ഇയർ ആയാലും ക്ലാസ് ഒക്കെ ഉണ്ടായി. പക്ഷെ കുറേ ഇങ്ങനെ പ്ലേസ്മെൻറ്റ് അങ്ങനെയൊക്കെ വന്നതോടുകൂടി അങ്ങനെ കുറേയൊക്കെ പോയി. അപ്പോൾ എന്തായാലും ഇത് തീർന്നു. ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയൊക്കെ എക്സാംസ് നടക്കുന്നുണ്ട്, സീരീസ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം എക്സാമിന് പോകണം. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച പ്രൊജക്ട് പ്രസൻറ്റേഷൻ ആണ്. അപ്പം അതിന് പോകണം. പിന്നെ മെയ് ഫസ്റ്റ് വീക്കൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക, പ്രൊജക്ട് പ്രസൻറ്റേഷൻ, പ്രൊജക്ട് എക്സിബിഷൻ ഉണ്ട്. പിന്നെ ഫെയർവെല്, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സാംസ് മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് തന്നെ പ്രൊജക്ട് പ്രസൻറ്റേഷൻ, അതിൻ്റെ വൈവ സംഭവങ്ങൾ. അതിനുശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം അല്ലാത്തത് സ്റ്റാർട്ട് ചെയ്യും, തിയറി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ തീർന്നു. അപ്പോൾ ക്ലാസ് ആയിട്ട് ഇന്നാണ് ലാസ്റ്റ് ഡേ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. കാരണം ഞാൻ കൂടുതലും വ്ലോഗ് ചെയ്തേക്കുന്നത് കോളേജിൽ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇനി ചെയ്യാൻ പറ്റുന്നത് ഫെയർവെല്ലിന് ഉണ്ടാകും, അതല്ലാതെ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് സങ്കടമുണ്ട്, പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി. എല്ലാവരും കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്, ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. ഇനി തന്നെ പ്രൊജക്ട് എക്സ്പോ ഒക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് അവർ കഴിഞ്ഞു. ഇനിയിപ്പോൾ അപ്പോൾ ഫസ്റ്റ് അവർ കഴിഞ്ഞിട്ട് ഇതേ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേ ഞാനിത് എടുത്തത് റോസിനെയും ടെസമാരെയൊക്കെ ആട്ടോ. അവർ ഞങ്ങളുടെ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ അവരെ വ്ലോഗിലേക്ക് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇന്ന് ലാസ്റ്റ് ബെഞ്ചിലുമാണ് ഇരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലൊരു അവസ്ഥ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെള്ളം എടുക്കാൻ പോവും. ഇപ്പോൾ സമയം 10:40 ആയി. അപ്പോൾ ഞങ്ങളാണെങ്കിൽ എൻ്റെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. ഇവിടെ ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ട്, വുമൺ എൻ്റർപ്രണർഷിപ്പ് ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെ. അപ്പോൾ അതിൻ്റെ പാനൽ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അതിന് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അതിനു മുമ്പ് നമ്മൾ വെള്ളം നിറയ്ക്കും പോവാണ്. ചൂടുകാലം വേണ്ട എല്ലാവരും എന്ത് ചെയ്യണം? വെള്ളം കുടിക്കും. നമുക്ക് അടുത്ത പണി കിട്ടിയിട്ട് ഗസ്റ്റിന് പൂ കൊടുക്കാം. എനിക്ക് ടെൻഷനാണോ ഗൈസ്? വൈഷ്ണവിയുടെ വോട്ട് ഓഫ് താങ്ക്സ് കൊള്ളാക്കി കൈ കൊടുക്കും നമ്മൾ. എന്നെ നോക്കണം, നോക്കില്ല. റോസ് ടെസനെ കാണും, ഇച്ചിരി ബാക്കിലൊക്കെ മറ്റേ ടെസനെ കാണും. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ ഇത്തിരി ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് മിസ്സ് പറഞ്ഞു 1 hour കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ ആദ്യം ജ്യൂസ് കോർണറിൻ്റെ അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞൊരു 12 o'clock ഒക്കെ ആയപ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് പാനലിസ്റ്റ്, 6 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡിസ്കഷനാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അവരെ വെൽക്കം ചെയ്തതിൻ്റെ ഒരു ക്ലിപ്പാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്ലവർ കൊടുത്ത് അവരെ വെൽക്കം ചെയ്യായിരുന്നു. സ്റ്റേജിലേക്ക് ഇതേ പോണത് ഞാനാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വെൽക്കം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസ്കഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരുന്നു വോട്ട് ഓഫ് താങ്ക്സ്. അപ്പം ഞാൻ ദേ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ബൈ വുമൺ ഓൺട്രപ്രനേഴ്സ് ഇൻ ടുഡേസ് ഡൈനാമിക് ബിസിനസ് ലാൻഡ്സ്കേപ്പ്. First and foremost, I would like to express our sincere appreciation to our distinguished panelists. പിന്നെ അവർക്ക് ഒരു ടോക്കൺ ഓഫ് ലവ് പോലെ നമ്മൾ മൊമെൻറ്റോ ഹാൻഡ് ഓവർ ചെയ്തു. ഇത് വൈസ് പ്രിൻസിപ്പളാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ലാസ്റ്റ് അറ്റൻഡൻസ് ആയിട്ടോ നിങ്ങൾ കാണുന്നത്. ലാസ്റ്റ് അവർ ലാസ്റ്റ് അറ്റൻഡൻസും എടുത്തു കഴിഞ്ഞു. ലാസ്റ്റ് ആയിട്ടുള്ള നോട്ട് എഴുതി. കുറച്ച്
ഇപ്പൊ കരയും. വിഷമമുണ്ടോ? വൈഷ്ണവ കരയാൻ റെഡി ആയിട്ട് നിൽക്കുക. ആരെങ്കിലും ഒന്ന് കരഞ്ഞിട്ട് എനിക്കൊന്ന് കരയാൻ. ഞങ്ങളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ക്യൂഡിന്ന്. അപ്പോൾ നമ്മളിത് ഇത്രയാണ് നിലവിൽ, ബാക്കി പറയും. ഇതിനകത്ത് എന്തൊക്കെ അരയ്ക്കാമെന്ന് നമ്മൾ വഴിയെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ക്യൂഡിന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്ലാസ്സിൽ മിസ് ഉണ്ട്. അപ്പോൾ മിസ് കാണാണ്ട് ഇങ്ങനെ താഴ്ത്തിരുന്ന് ഇങ്ങനെ വിളിച്ചിരുന്ന് ഫോൺ വിളിക്കുകയാണ് കേട്ടോ, അവരുടെ അടുത്ത് ഓർഡർ കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ ഹൻസ മിസ് ആട്ടോ ഈ കാണുന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പ് അഡ്വൈസർ. അപ്പോൾ മിസ് ഞങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, മിസ്സിൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ ഇതൊക്കെ ഓരോന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് കുറച്ച് പേരോട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സാന്ദ്രയൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പുള്ള ബാക്ക് പാക്കിംഗ് ഒക്കെയാണ് ഇതിന്. അപ്പോൾ ലാസ്റ്റ് ഡേ ക്ലാസ്സിൽ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് വാങ്ങിക്കാനായിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് പോകാൻ അവർ എത്തിയിട്ടുണ്ട്. സാന്ദ്രയുടെ സ്പീച്ചൊക്കെ ഉണ്ടായിട്ടോ, എക്സ്പീരിയൻസ് ഷെയറിങ്. ഞാനത് ഇടാം. എല്ലാം പറയാൻ പറ്റില്ല, എനിക്ക് ടെൻഷനും പിന്നെ പെട്ടെന്ന് തീർക്കാനുള്ള തിരക്കിലും ആയിരിക്കും. അതെ അതെ, എന്നെ പറ്റിയൊക്കെ പറയണ്ട, അതൊക്കെ ഞാൻ പറയാട്ടോ. എന്നിട്ട് ഞങ്ങളുടെ അവിടെ ഗ്രീൻ ഫീൽഡ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ 7 പേരും. ഞങ്ങൾ വാങ്ങിച്ച സാൻഡ്വിച്ച് ആണ് കേട്ടോ. ഞാനും സാന്ദ്ര ഇതാണ് വാങ്ങിച്ചത്. പിന്നെ അതെന്ത് ഷേക്കാ? ചിക്കു ഷേക്ക്. ഞാൻ ഗ്രീൻ ആപ്പിൾ ഷേക്ക്. ഫുഡൊക്കെ കഴിച്ച് ഇനി ബസ് ഡേയിലേക്ക് പോവാണ്. ബസ് നമ്പർ 24. ഇതാണ് ഞങ്ങളുടെ ബസ്. സോറി ഗൈസ്, കണ്ടോ ബസ്സിൽ ആരും വന്നിട്ടില്ല, ഞങ്ങളാണ് ഫസ്റ്റ് വന്നത്. എൻ്റെ സ്ഥിരം സീറ്റ് ഏതാണെന്നറിയോ? ഇതാണ് സ്ഥിരം സീറ്റ്. ഇന്ന് പക്ഷെ ബസ് മാറിയിട്ടോ. പക്ഷെ ലൈക്ക് ബസ് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ഇന്ന് വേറൊരു ബസ്സാണ്. സാധാരണ ഒരു ബ്രൗൺ കളർ സീറ്റാണ് അവർ. അപ്പം ഞാൻ ഇവിടുത്തെ സൈഡ് സീറ്റിലാണ് ഇരിക്കാറ്. ജോസിനെ ഞാനുമാണ് എടുത്തിരിക്കാറ്. പക്ഷെ ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് ഇവളും സൈഡ് സീറ്റിലിരിക്കും. അപ്പോൾ ഇവിടെയാണ് ജോസിനെ ഇരിക്കുന്നത്. ഹായ് ഗൈസ്, വൈഷ്ണവിയുടെ ഫേവറേറ്റ് ക്ലാസ്മേറ്റ് ആണ്. അല്ല സോറി, അത് ഞാൻ അവൻ എന്നെയാണ് ഉദ്ദേശിച്ചത്. അവൻ എന്നെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അവനെ കുറിച്ച് പറയും. വൈഷ്ണവി എന്നെ പറ്റി 2 വാക്ക് പറയുകയാണെങ്കിൽ ഞാൻ വൈഷ്ണവിനെ പറ്റി 2 വൈഷ്ണവിയുടെ ഫ്യൂച്ചർ എല്ലാം നമ്മുടെ ക്ലാസ്സിലെ മെയിൻ ആണ് വൈഷ്ണവി. വൈഷ്ണവി എന്ന് പറഞ്ഞാൽ 0 ഹേറ്റേഴ്സ് ഉള്ള ഒരാളാണ്. എല്ലാവർക്കും വൈഷ്ണവിയുടെ ഡാൻസും ലുക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വൈഷ്ണവിയുടെ ഫേവറേറ്റ് ക്ലാസ്മേറ്റ് ആണ് ഞാൻ. വൈഷ്ണവിയുടെ ഉണ്ണിമാങ്ങ ചാനലിലെ എല്ലാവർക്കും, ഉണ്ണിമായ ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇനി കുറെ വർഷങ്ങൾക്ക് ശേഷം ഇതൊരു വലിയൊരു ചാനലായി മാറും എന്നുള്ളതിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല. വൈഷ്ണവിനെ കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന ആളാണെന്നാണെങ്കിൽ നമുക്ക് പറയാം. സാൻഡ്ര കേൾക്കാണ്ട് ആണ് അതുകൊണ്ടല്ലേ അപ്പൊ ഏറ്റവും അടിപൊളി ഡാൻസറാണ്. നല്ല രീതിക്ക് പഠിക്കുന്ന കൊച്ചാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. തങ്കപ്പെട്ട മനസ്സാണ്. അടിപൊളിയാണ്. ഇനി
അല്ലല്ല കാശൊന്നും തന്നിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ ബിഗ് ബോസ് ഒക്കെ പോലത്തെ വലിയ വലിയ പരിപാടികളിൽ വൈഷ്ണവി എത്തിച്ചേരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതിനായിട്ട് നമ്മളെല്ലാവരും ചാനലിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ബിഗ് ബോസിൽ പോയാൽ നീ എന്നെ സപ്പോർട്ട് ചെയ്യും? തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഞാനൊരു ആർമി പേജ് തുടങ്ങിയിട്ട് നിങ്ങളെ അതിൽ മെമ്പേഴ്സ് ആക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കും. ഞാൻ ബിഗ് ബോസിൽ പോയാൽ നീ എന്നെ സപ്പോർട്ട് ചെയ്യും? എന്റെ എല്ലാ വോട്ടും ഞാൻ വൈഷ്ണവിക്ക് അവളുടെ വോട്ട് ഞാൻ കൊടുക്കും. എന്റെ വീട്ടുകാരുടെ വോട്ട് ഞാൻ കൊടുക്കും. ഞാൻ ബിഗ് ബോസിൽ പോയ ഫോണിനെ പറ്റി എന്താണ് അഭിപ്രായം? ബിഗ് ബോസ് ഉണ്ണിമായ എന്ന ചാനൽ എന്ന പേരിൽ ചാനൽ വീണ്ടും അറിയപ്പെടും അല്ലേ? എന്താ പറയുക, സർവമാണ്. ഇനി നമുക്ക് ഫെയർവെല്ലിന് ബാക്കി എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇവളുടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഒരു കുട്ടി വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കോളേജും ഈ കാര്യങ്ങളൊക്കെ ഇനി ഫെയർവെല്ലിന് കാണാം. എന്താ എത്ര പേര് കോളേജ് മിസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.